40കളിലെ പ്രണയം. കാരണം ഈ 17 വയസ്സിലൊക്കെ 14 വയസ്സിലും 15 വയസ്സിലും ഒക്കെ പ്രണയിക്കുമ്പോൾ ഈ ഭാവി കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അത് പ്രണയമാണ്, തുടങ്ങുക. മറ്റേ ആളിൻ്റെ ക്യാരക്ടർ അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതാ. പിന്നെ കോഞ്ഞാണ്ടായി ജീവിതം തിരക്കെടുത്തൊന്ന് പോകുന്നു. 40കളിലെ പ്രണയം എന്ന് പറഞ്ഞാൽ പല പല വേദനകളും. ചിലപ്പോൾ ആ 2 പേര് ഭയങ്കര ദുഃഖത്തിൽ നിന്ന്, അഗാധമായ ദുഃഖത്തിൽ ആണ്ടുപോയവരായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ സൃഷ്ടി, അവരുടെ ജന്മസിദ്ധമായ സൃഷ്ടിയെ പ്രേമിക്കുന്നവരായിരിക്കാം. അത് ഗാഠമായ ഒരു നിലനിൽക്കുന്ന ഒരു പ്രണയമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലെ 40കളിലെ അമ്മയാണോ നായികയുടെ അമ്മയാണോ? അപ്പൊ ഈ പോസിറ്റീവ് ക്യാരക്ടറാണോ? ഞാൻ ചോദിച്ചാൽ 40കളിലെ ഈ പ്രണയം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണോ? എങ്ങനെയാണ് സംവിധായകൻ പ്രണയത്തിലേക്ക് മകൾക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞ് അമ്മയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ പ്രണയത്തിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചൊരമ്മയായിട്ടാണ് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്യുക. പക്ഷെ ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്തെ കഥ നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സർപ്രൈസ് ആണ്. കണ്ടുകൊണ്ടിരിക്കുന്നതല്ല സിനിമ. എന്റെ വരുമ്പോൾ സർപ്രൈസ് ആണ്. ഭയങ്കര ഒരു ഓപ്പോസിറ്റ് പ്രതികരണമാണ് ആ സിനിമ. അതിപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാണട്ടെ, അങ്ങോട്ട് കാണട്ടെ 13-ാം തീയതി. അപ്പൊ എന്തായാലും സംവിധായക സുഹൃത്താണെന്ന് പറഞ്ഞു. സുഹൃത്ത് എന്താണ് ഇതില് കരുതി വെച്ചത്? രമേശും ഞാനുമായിട്ടുള്ള സൗഹൃദം, ഈ പറഞ്ഞമാതിരി ഞങ്ങളൊക്കെ സിനിമ ഒരുപാട് കഥകളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ നാട്ടിലുള്ള സമയത്താണ് ഇങ്ങനൊരു സംഭവത്തിൽ ഒരു ചെറിയ വേഷമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇതൊരു ഷോർട്ട് ഫിലിമായിരുന്നു, ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് 2 സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്താണ് എന്ന്. അപ്പോൾ വളരെ സാധാരണ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു കൂട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് നമ്മൾ ഭംഗിയായി. പിന്നീടാണ് ഇതിൻ്റെ ഒരു തലം മാറുന്നത്. ഇതൊരു ഫീച്ചർ ഫിലിമിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു, പേര് മാറുന്നു. അന്ന് പേരും ഇതായിരുന്നില്ല. പക്ഷെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരായിരുന്നു. 40കളിലെ പ്രണയം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാനും ഇഷ്ടപ്പെടാനും വ്യാഖ്യാനിക്കപ്പെടാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുള്ള ഒരു പേരാണ്. അപ്പോൾ അന്ന് ഞാൻ ആ പേര് കണ്ടപ്പോൾ പേര് കൊള്ളാം, പേരും പോസ്റ്ററും അന്നേരത്തെ സംഭവങ്ങൾ കൊള്ളാമായിരുന്നു. പിന്നെ ഇത് ഫെസ്റ്റിവലിനൊക്കെ പോയി ഞാനും എൻ്റെ തിരക്കുകളായിരുന്നു, രമേശും ഇതിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കുകൾ നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ അന്ന് സംസാരിച്ചതെല്ലാം മാറി 40കളിലെ പ്രണയം എന്ന് പറയുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഒരു കൊന്നമരം പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അറിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾക്കൊന്നും എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല. ഇത് ഫെസ്റ്റിവലിൽ അയക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നിനും പോകാൻ പറ്റിയിട്ടില്ല, ചെറിയ തിരക്കുകളൊക്കെ ആയതുകൊണ്ട്. 40കളിലെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോൺട്രവേഴ്സി സബ്ജക്റ്റാണ്. ഈ പറഞ്ഞ മാതിരി തെറ്റിദ്ധരിക്കപ്പെടാം. അതിപ്പോൾ പ്രണയം ആരോട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുന്നില്ലല്ലോ. നമ്മളിപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രണയം റിവൈസ് ചെയ്യപ്പെട്ടതായിരിക്കാം. പക്ഷെ അല്ലാതെ 40കളിൽ പൊട്ടിമുളച്ച പ്രണയമായിരിക്കാം. ഇതിൽ എങ്ങനെ വന്നു എന്നുള്ള സംഭവമില്ല. പക്ഷേ 40കളിലെ പ്രണയം ഒന്നും കൂടെ മെച്യൂർഡ് പ്രണയമാണെന്ന് പറയാം. രണ്ടിൻ്റെയും നേരത്തെ സംവിധായകൻ പറഞ്ഞ പോലെ രണ്ടും റൊമാൻസാണ്. റൊമാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്രണയം. പക്ഷെ റൊമാൻസ് എന്നത് ചേരുന്നത് ഒന്നും കൂടെ ജെൻസി പിള്ളേർക്കായിരിക്കാം, അല്ലേ? പക്ഷെ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പുറകിലുള്ള മുഖങ്ങൾ ഭയങ്കര വ്യക്തമാണ്. അതൊരു ഭയങ്കര പ്രണയം എന്ന് പറയുന്നതിൽ ഭയങ്കര മെച്യൂരിറ്റി ഉണ്ട്, എടുത്തുചാട്ടങ്ങളില്ലാതെ. പക്ഷെ പല ദുരന്തങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും മെച്യൂർഡ് പ്രണയങ്ങളാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. ഇപ്പം ഈ പല ദുരന്തങ്ങളിലേക്കും പോകുന്ന പ്രണയം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രശ്നമായി മാറുന്നത്. പക്ഷെ പ്രണയം അവിടെ എപ്പോഴും ആ ഒരു നിലകൊള്ളുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പക്ഷേ ഒരു ഭ്രാന്തമായ പ്രണയത്തിൽ നിന്നാവാം അയാളുടെ മാനസികാവസ്ഥ, അല്ലെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ചേഞ്ച് ആവുന്നത്. അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്, പ്രണയത്തിന്റെ പ്രശ്നമല്ല. ജീവിതത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു 40കളിൽ പ്രണയത്തിൽ ഭാര്യയും ഭർത്താവും ആവാം, അല്ലെങ്കിൽ കാമുകന്മാരാവാം. ഇവരൊക്കെ ആണെങ്കിലും അവരുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അവർ സെറ്റിലായി. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആണെങ്കിലും ജോലി തിരക്കുകൾ കഴിഞ്ഞു, ഈ കുഞ്ഞു പിള്ളേരെ പ്രിങ്ങിണി പരുവത്തുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. പ്രണയിക്കാൻ പോയിട്ട് നോക്കാൻ പോലും നേരമില്ലാത്ത സമയത്തായിരിക്കും ഇത്തരത്തിൽ ആളുകൾ കിടന്ന് ഓടുന്നത്.
ജോലിക്ക് പോക്കും രാത്രികളിൽ വീട്ടിൽ വന്നിട്ടുള്ള വീട്ടിലെ ജോലികളൊക്കെ ആയിട്ട് സ്ത്രീകൾക്കൊന്നും എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, പണ്ടത്തെ കാലമൊന്നുമല്ല. അപ്പോൾ ഇവർക്കൊന്നും നേരെ ചെവിയൊന്ന് സംസാരിക്കാം, ഈ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ കണക്കും ഗ്രോസറിയുടെ കണക്കും അല്ലാണ്ട് വേറൊന്നും ചിലപ്പോൾ സംസാരിക്കാൻ സമയമുണ്ടില്ല, അത് സാഹചര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം ഒരു 10-18 വയസ്സായി കഴിഞ്ഞ് ഇവർക്കൊരു ഇരുത്തം വരുന്നുണ്ട്. അപ്പം ഇവർക്ക് ഒന്ന് നല്ല പോലെ പ്രണയിക്കാൻ പറ്റിയ സാഹചര്യമുള്ള സമയമാണ്. ഇവർക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനില്ല. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. പിള്ളേർ കാര്യങ്ങൾ നോക്കണം, അതിനുള്ള പ്രാപ്തി അവരാക്കി കൊടുക്കണം. പിന്നെയും ഫീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടപടിയാവത്തില്ല. അപ്പം ഇവർക്ക് നല്ല പോലെ ഒരു സമയമുള്ളതാണ് ഈ 40കളിൽ. ഭർത്താവ് ഒരു ലേറ്റ് 40s ഭാര്യ ഒരു ഏർലി 40s ഒക്കെ ആണെങ്കിലും നല്ല സമയമാണ്. അത് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ പറ്റണം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമാവണമെന്നൊന്നും പറയത്തില്ല നമ്മൾ പ്രണയിക്കണത്. പ്രണയം ഇപ്പോൾ പണ്ട് മറന്നുപോയ പ്രണയം ആയിരിക്കാം അത്, പക്ഷേ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു നമ്മുടെ വിരൽത്തുമ്പിൽ പോലും തൊടാത്ത പ്രണയങ്ങൾ, മനോഹരമായ പ്രണയങ്ങളുണ്ട്. പണ്ടൊക്കെയുള്ള പ്രണയങ്ങൾ അങ്ങനെയായിരുന്നു, ഒരു എഴുത്ത് കൊടുത്ത് ഇന്നാണ് വിളിച്ചു കഴിഞ്ഞ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കൈമാറുന്ന ഫോൺ നമ്പറാണ്, പിന്നെ വിളിയായി. പണ്ടൊന്നും അതുപോലും ഇല്ല. നമ്മൾ പറയല്ലോ, ഒരു വിരൽത്തുമ്പിൽ പോലും തൊടാണ്ട് മനോഹരമായ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ കഥ പറയുന്ന എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് 40കളിൽ പ്രണയം. കാരണം കഥയെ ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയപ്പോഴും ചോദിച്ചെന്താണ് ഇതിപ്പോൾ എന്താണെന്ന് വന്ന് നിൽക്കുന്ന അവസ്ഥ കണ്ടിട്ടില്ല എന്ന് പറയാൻ എനിക്ക് അറിയത്തുപോലും ഇല്ല. എൻ്റെ ഭാഗം അഭിനയിച്ചു, അത് ആദ്യ കാലങ്ങളിൽ കഴിഞ്ഞു. പിന്നീട് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് മനോഹരമാണെന്ന് രമേശിൻ്റെ ഒരു വേർഷൻ മനോഹരമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ 40കളിലെ പ്രണയം മനോഹരമായിരുന്ന പോലെ തന്നെ സിനിമ മനോഹരമാവട്ടെ. നമ്മളെല്ലാം ചെയ്തത് ഷോർട്ട് മൂവി. അന്ന് ഞാൻ പറഞ്ഞു, മക്കളെ ഇത് എനിക്കൊരു നല്ല സിനിമയുടെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു സിനിമയായിരുന്നെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക. അമ്മയെ അത് തിയേറ്ററിൽ ഇറക്കാൻ പോകുന്ന പറഞ്ഞാൽ സത്യത്തെ മേല് കോരി തരിച്ചെന്നുള്ളതാണ്.